മഹി അവൻ എന്റെയാ, എന്റെ മാത്രം. ഒരാൾക്കും ഞാൻ അവന് വിട്ടുകൊടുക്കില്ല. പക്ഷേ ഇപ്പൊ അവൻ എന്നെയല്ല, ഈ വീട്ടു ജോലിക്കാരിയാണ് കൂടുതൽ ഇഷ്ടം. വത്സല, പി വത്സല. കൊച്ചമ്മേ, അയ്യോ കൊച്ചമ്മേ, ചായ. കൊണ്ട് പോടി. ഓ, അവളുടെ ചായ. കൊച്ചമ്മേ, നീയും മഹിയും തമ്മിൽ ഇന്നലെ എന്തായിരുന്നു അടുക്കളയിൽ? അത് ഞാൻ അടുക്കളയിൽ അരിയാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, മഹി വീട്ടിലുള്ള സമയത്ത് പുറത്തു നിന്ന് മാവ് വാങ്ങിച്ചാൽ മതിയെന്ന്. കൊച്ചമ്മയല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്റെ കൈ കൊണ്ട് ആട്ടിയാ കൂടുതൽ ആട്ടിയാ ഈ വീട്ടിൽ ഞാൻ ആട്ടി ഇറക്കി വിടും. പറഞ്ഞില്ലെന്ന് വേണ്ട. മഹിയേട്ടൻ എന്നോട് പറഞ്ഞു എന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന്. എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്നോട് ഇഷ്ടമാണെന്ന്. ആട്ടക്കാരി, എന്റെ മഹി. നീ ഓർത്തോ, എന്റെ മഹി അവൻ എന്റെയാ, എന്റെ മാത്രം. അയ്യോ, എന്റെ രണ്ട് ആപ്പിൾ ഇതാ പയ്യേ. അങ്ങോട്ട് പോണടി വത്സല, മുട്ടിലിഴഞ്ഞ്. പിടിക്കല്ലെന്ന്. അയ്യോ, നിർത്ത്. മതി മതി, ഇതെന്റെ ആക്ടിങ് വർക്ക്ഷോപ്പാണ്. ഞാനാണ് ഇവിടെ പഠിപ്പിക്കുന്ന സാറ്. ആ ഒരു ഓർമ്മയെങ്കിലും നിനക്ക് കൊണ്ടാടി. സാറേ എന്റെ ആക്ടിങ്? എവളെ ആക്ടിങ് കാരണം ഞാൻ ആറ്റിച്ചാടി ചാവേണ്ടി വരും. സാറല്ലേ എന്നോട് പറഞ്ഞു അടിക്കാൻ പറഞ്ഞതോടെ എന്റെ രണ്ട് ആപ്പിൾ അടിച്ച് തറയിടാൻ പറഞ്ഞതിന്റെ ആപ്പിൾ തറയിൽ പോയല്ലേ? സാറ് കാര്യം ചെയ്യാം, ഈ ആപ്പിൾ എടുത്ത് നമുക്ക് ഒരു പുതിയ കണ്ടന്റ് ഉണ്ടാക്കിയാലോ? ആ, അത് കൊള്ളാം. ആപ്പിൾ തറയിൽ വീടിന് കണ്ടന്റ് ഉണ്ടാക്കാൻ ഞാൻ ഐസക് ന്യൂട്ടനല്ലേ. ടൈമിംഗ് ഇല്ല. ടൈമിംഗ് ഇല്ല ഉണ്ടായിരുന്നേലേ ആപ്പിൾ തലയിൽ വീടിന് മുന്നേ അങ്ങനെ തല മാറ്റിയേനെ. ഐസക് ന്യൂട്ടന്റെ കാര്യമല്ല പറഞ്ഞത്, നിനക്ക് ടൈമിംഗ് ഇല്ല. ഓ, എനിക്കും ടൈമില്ല. അതാ പറഞ്ഞത്. പ്രശ്നമില്ല, സാർ എനിക്ക് പഠിപ്പിച്ച് തരുമല്ലോ. ആ, പഠിപ്പിച്ച് തരും. അത് പഠിപ്പിച്ചോണ്ടിരുന്നതിനാണല്ലോ ഞാൻ ഇപ്പൊ ഇവിടെ കിടന്ന് അനുഭവിച്ചത്. ഞാൻ ഒരു കാര്യം പറയാം. നീ ഇപ്പോ കിച്ചണിൽ നിൽക്കുകയാണ്. കിച്ചണിൽ ദോശ ചുട്ടോണ്ടിരിക്കുകയാണ്. ദോശ ചുടാൻ വേണ്ടി മാവൊഴിച്ചു. അത് വേഗം എത്ര സമയം എടുക്കും? ഒരു മിനിറ്റ് 2 മിനിറ്റ്. അതാണ് ദോശയുടെ ടൈമിംഗ്. അത് കഴിഞ്ഞ് നീ പുട്ട് വേവിക്കുന്നു, മാവിട്ടു കുറ്റിയിൽ. അത് വേഗം എത്ര സമയം എടുക്കും? ഒരു 3 മിനിറ്റ്. അതാണ് പുട്ടിന്റെ ടൈമിംഗ്. അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പത്തിട്ടു. അരി വേഗം എത്ര സമയം എടുക്കും? അരിയുടെ കാര്യം കുറച്ച് പ്രശ്നമാണ്. കാരണം ഞാൻ അരി എന്ന് വെച്ചാൽ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. ചില അരി പെട്ടെന്ന് അങ്ങ് വേവും, ചിലത് ഒരു കാലത്തും വേവും. അതുപോലെ ഒരു കാലത്തും വേവാത്ത അരിയാണ് നീ. എന്റെ പൊന്നേ, ഞാൻ എത്ര പഠിപ്പിച്ചാലും പഠിക്കാത്ത ജന്മം. ഇങ്ങനെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടുപോകാൻ ഞാൻ പെടണ പാട്. സാർ അങ്ങനെയൊന്നും പറയില്ല സാർ. അയ്യോ, പോലീസ് വരണം. നമസ്കാരം. നമസ്കാരം. എന്താ പ്രശ്നം? മെൽഗാട് ഒരു ആട്ടം. ബ്രേക്ക് കിട്ടുന്നില്ല. ഓയിലും മാറ്റണം. അല്ല, അതിവിടെ പറയാൻ കാര്യം, ഇത് ആക്റ്റീവ വർക്ക്ഷോപ്പ് അല്ലേ? വന്നതും കൊള്ളാം, നിന്നതും കൊള്ളാം. അയ്യോ, ആക്റ്റീവ വർക്ക്ഷോപ്പ് അല്ല, ആക്ടിംഗ് വർക്ക്ഷോപ്പ്. പിന്നെ ആക്റ്റീവ വർക്ക്ഷോപ്പ് എന്ന് എഴുതി വെച്ചിരിക്കണതാ. CNG മെഷീനാണ്. മനസ്സിലായില്ലേ? ഇത് അഭിനയ കളരിയാണ്. കളരിയാണോ? എന്നാ എനിക്ക് പഠിക്കണം. സത്യം പറഞ്ഞ ചെകുത്താന്റെ കടലിന്റെ ഇടയിലായി. സംഭവം എന്തിനാണ്? സംഭവം എന്ന് പറഞ്ഞാൽ അഭിനയം പഠിപ്പിക്കുന്ന സ്ഥലം. അഭിനയോ? അഭിനയം പഠിപ്പിക്കും. അപ്പൊ സിനിമയിലൊക്കെ കയറാൻ പറ്റും? സിനിമ നടിയാണ് നിൽക്കുന്നത്. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അത് നാച്ചുറൽ അഭിനയം ആയതുകൊണ്ടാണ് കാണാത്തത്. കുറച്ച് നേരത്തെ വരാത്തത്. ഞാൻ ഇവിടെ നാച്ചി അങ്ങ് അഭിനയിച്ചു. അയ്യോ. ഹലോ മാഡം, ഇപ്പൊ ഏത് സിനിമ ചെയ്യണ്? ഞാൻ കഴിഞ്ഞ മാസം ഒരു സിനിമ റിലീസ് ആയിട്ടുണ്ട്. എനിക്ക് എന്തിന്റെ കേടാ. സാറും കണ്ടിട്ടുണ്ടോ സിനിമ? സാറ് കണ്ടാ? സിനിമ കണ്ടാ? പിന്നെ കണ്ടതിന് ശേഷം എനിക്കും തോന്നി, എന്തോന്നു? എനിക്ക് എന്തിന്റെ കേടാ.
അത് ശരിയാണ്. വേറെ സാർ അങ്ങനെ തമാശക്ക് പറയും. ഇത് മാത്രല്ല, കഴിഞ്ഞ വർഷത്തില് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു സെക്കൻഡ് ഹീറോ. സെക്കൻഡ് ഹീറോ ആയിരുന്നോ? ഒരു സെക്കൻഡേ കാണാൻ പറ്റുള്ളൂ, അതാണ് നമ്മുടെ സെക്കൻഡ് അങ്ങനെയൊക്കെ ഉണ്ടാ? അവളിങ്ങനെ പലതും പറയും. എന്തായാലും ഞാൻ വന്നേ ഇല്ലേ, ഞാൻ കുറച്ച് ഫീസ് തന്ന് ഞാനും കൂടെ ഇവിടെ അങ്ങ് ചേരട്ടാ സാർ. ഫീസൊക്കെ എന്തിന്? എന്നാലും ഇങ്ങോട്ട് ഇടയിൽ വന്നേരണം, അങ്ങോട്ട് നീങ്ങി. ഫീസ് ഉണ്ടെന്ന്. അല്ല സാറ് ഫീസൊക്കെ എന്തിനാന്ന് ചോദിച്ചു. അല്ലല്ല, ഫീസ് എത്രയാന്ന് ചോദിച്ചത്. എത്രയായിരുന്നു? അങ്ങനെയാണെങ്കിൽ 650 രൂപ ഉണ്ട് സാറേ. അപ്പൊ നന്നായി. വൈകുന്നേരം ഒരു 650 ഒരു റം എടുത്ത ഒരു മുട്ട ഒഴിച്ചങ്ങാടിക്കാം. അതെന്തിന്? ഒരു സാധനം ചിറകം പടർത്തി നിക്കണ കണ്ട, ഒത്തിപ്പറിക്കാൻ വേണ്ടിയാണ് നിക്കണത്. അതാ പോണ്. ഇതിന്റെ മുമ്പ് ജീവിക്കണമെങ്കിൽ റമ്മില് മുട്ട ഒഴിച്ച് കഴിക്കണം. ആണാ? ഓ, അപ്പൊ എന്തായാലും ഞാൻ വന്നല്ലോ, സാർ എന്നെ അനുഗ്രഹിച്ച് ഇതങ്ങ് തുടങ്ങിക്കണം. ഓക്കെ. മേസിരി, നിങ്ങൾ എല്ലാരും അനുഗ്രഹിച്ചിരിക്കുന്നു. മേസ്തിരിയോ? മേശരിയാ? സാറ് എപ്പോ? ഇപ്പം പറഞ്ഞു. ആണോ? ഞാൻ കേട്ട്. മേശരി എന്ന് പറഞ്ഞു. എപ്പോഴും പറഞ്ഞു? സാർ ഇപ്പം പറഞ്ഞു. ഇപ്പം പറഞ്ഞു. ആണോ? നീ കേട്ടാ? ഓ, സത്യം പറഞ്ഞാലേ ഞാൻ മേസരിയാണ്. എന്നുവെച്ചാ എനിക്ക് നേരത്തെ സത്യം പറഞ്ഞ ബൈക്ക് വർക്ക്ഷോപ്പായിരുന്നു. അത് പറ. ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ എന്റെ പ്രോപ്പർട്ടിയാണ്. ബൈക്ക് വർക്ക്ഷോപ്പ് പൊളിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആക്ടിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങിയത്. ഓ, അങ്ങനെ. അപ്പൊ സാറ് ഈ വണ്ടിയിലെ കാര്യങ്ങളും എനിക്കൊരു സംശയം സാറേ. നമ്മൾ ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പിലേക്ക് അല്ലെങ്കിൽ അഭിനയം പഠിപ്പിക്കുന്നതും ഈ മേസരി പണി തമ്മിൽ എന്തിനാണ് ബന്ധം? ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വാഹനവും നമ്മുടെ അഭിനയവും. ഹലോ, വരൂ. ശവാസനത്തിൽ കിടക്കൂ, കിടക്കൂ, ബ്രീത്ത് എടുക്കൂ. ഒരു 5 മിനിറ്റ് അവിടെ കിടക്കട്ട്. ഇല്ലെങ്കിൽ മൊത്തം ക്ലാഷ് ആവും. ഇനി നമുക്ക് സമാധാനമായിട്ട് 5 മിനിറ്റ് കളിക്കാം. ഞാൻ എവിടെയാണ് നിർത്തിയത്? വാഹനങ്ങളും അഭിനയവും തമ്മിലുള്ള ബന്ധമുണ്ട്. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാണ്? എനിക്ക് കമലഹാസനൊക്കെ ഇഷ്ടമാണ്. കമലഹാസൻ. കമലഹാസന്റെ ഹെഡ്ലൈറ്റ് ആണ് അഭിനയിക്കുന്നത്. ഹെഡ്ലൈറ്റാ? കണ്ണുകളാണ് അഭിനയിക്കുന്നത്. ശരിയാ, ഒന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. കൺമണി, അൻപോട്, കാതലൻ, കണ്ട 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 അഭിനയിക്കുന്നത്. ഇത് ശ്രീനിവാസയില് അങ്ങനെയും വരും. അങ്ങനെയും രണ്ടും ഉണ്ട്. രണ്ടും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ വരും. സാറേ, ഓ, ശ്വാസം വിടട്ടെ. അയ്യോ, ഇതിന് വിട്ടില്ല. ഇത് ശ്വാസം വിട്ടോ. ഓ, എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ഇച്ചിരി ഷോർട്ട് ഫിലിമിലും കാര്യങ്ങളും ഒക്കെ അഭിനയിക്കാൻ പോവും. ഞാൻ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ എനിക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഭയങ്കരമാണ്. അത് വെള്ളം കയറിയുണ്ടോ? ചോക്കിൽ ഒരു വരി കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? നമ്മളുടെ കഴിവുകളെ എടുത്ത് നമ്മൾ വലിച്ച് വെളിയിലോട്ട് ഇടണം. എന്നിട്ട് നമ്മൾ അഭിനയിക്കാൻ നോക്കണം. എന്നിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അതിനെ ഇങ്ങനെ ചരിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരടി കൊടുക്കണം. അപ്പൊ ഇത് പുറത്തു വരും. ആണല്ലേ? സ്റ്റാർട്ട് ആവും. പിന്നെ നമ്മൾ അഭിനയിച്ച് തുടങ്ങണം. അഭിനയം എന്ന് പറയുമ്പോൾ പല രീതിയിലാണ്. എങ്ങനെയാണ്? ഘട്ടം ഘട്ടമായിട്ടാണ് അഭിനയിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമ്മളൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പടം നമുക്ക് എടുക്കാം. സൈക്കോ പടം. അയ്യോ, സൈക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സൈക്കോ കഥാപാത്രമായി നിങ്ങളെ മാറ്റുകയാണ്. മാറ്റാം. അതായത് നിങ്ങൾ രണ്ടുപേര് സഹോദരങ്ങളാണ്. പെങ്ങളെ എന്തിന്റെ കുഴപ്പമാണ്? നിങ്ങൾ സഹോദരങ്ങളാണ്. കുട്ടിക്കാലത്ത് നിങ്ങൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറ്റൂല സാർ, എനിക്ക് ഭയങ്കര തണുപ്പ്. എനിക്ക് പറ്റൂല. കുട്ടിക്കാലത്ത് അവിടെ തണുപ്പാണ്. നമുക്ക് തിരുവനന്തപുരം പിടിക്കാതെ. കുട്ടിക്കാലം അല്ലടാ, കുട്ടിക്കാലം. ഓ, ഉമ്മണിച്ച കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്. ഉമ്മണിച്ചക്കാർ. നമ്മളിപ്പോ ഉമ്മണിച്ചയാണ്. അപ്പൊ ഉമ്മണിച്ചയില്ലേ നമ്മൾ? മിണ്ടാതിരിക്കും ഒത്തിരി. എടാ, നിങ്ങളുടെ കുട്ടിക്കാലം നിങ്ങൾ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ക്രൂരരായ കള്ളന്മാർ വീട്ടിൽ വരുന്നു. വന്നോട്ട് നിങ്ങൾ അച്ഛനെയും അമ്മയും ചുറ്റികലിന് തലക്കടിച്ച് പൊട്ടിച്ച് കൊല്ലുന്നു. ഇത് നിങ്ങൾ കണ്ട് ഞെട്ടുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇത് ഒരു പകയായി വളരുന്നു. നിങ്ങളൊരു സൈക്കോയായി മാറുന്നു. പെട്ടെന്ന് നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും കൊന്ന കള്ളന്മാരിൽ ഒരുവൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ആരാണ് സാർ അവൻ? അവൻ കൊല്ലണ സാർ അവൻ. കൊന്നു.
കൊന്നാ നമ്മുടെ അനാഥരാക്കിയവരെ ഞാൻ കൊന്നു. അതിന്റെ acting എങ്ങനെയുണ്ടെന്ന് പറ. ഇങ്ങനെ ആക്ട് ചെയ്യണത് നിങ്ങൾ ഏത് സിനിമയിൽ അഭിനയിച്ചെന്ന് അത് പറഞ്ഞാൽ അടിക്കാൻ പറഞ്ഞ അങ്ങനെ അടിക്കാൻ പാടില്ല. നമ്മൾ സിനിമയിൽ അടിക്കുമ്പോ അടിക്കുന്നത് പോലെ കൊള്ളണത് പോലെ കാണിക്കാനേ പാടുള്ളൂ. വീശുമ്പോ നല്ല ശക്തി വേണം, പക്ഷെ കൊള്ളുമ്പം ഇങ്ങനെ തൊട്ടണം, വേദനിക്കരുത്. വേദനിക്കണം. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചുതരാം. നമ്മൾ വീശുമ്പോ ഇങ്ങനെ, പക്ഷെ കൊള്ളുമ്പോ പാടുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമുക്ക് വേദന എടുക്കൂല. വേദന എടുക്കൂല. സംസ്ഥാന സർക്കാരിന്റെ ഫലകം എന്താ താഴെ കിടക്കുന്നു. സാറ് ബോധം വരുന്നില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, ശ്വാസം ഇല്ല, ഞാൻ പോണേ. പിന്നെ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാന്ന് പറ. എന്താ ചെയ്യാ? എന്തിന്? നമുക്ക് സാറിന് എന്തായാലും എണീപ്പിക്കണം. കൃത്രിമശ്വാസം കൊടുത്താലോ? ആര് കൊടുക്കാം. എങ്ങനെ കൊടുക്കും? എനിക്ക് എന്നെ അടിച്ചാതിയായിരുന്നു. എന്നാ ഞാനൊന്ന് കൊടുത്തിട്ട് വന്നാ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും കൊടു. അല്ലല്ല, ചിലപ്പോ നിനക്ക് ശക്തി പോരാ, ഞാൻ കൊടുക്കാം. അയ്യാ! ബോധം വന്ന്. സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയട്ടാ. പറ. ചിലർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇനി മുതൽ ഇത് ആക്ടിംഗ് വർക്ക്ഷോപ്പ് അല്ല, പിന്നെ വെറും ബൈക്ക് വർക്ക്ഷോപ്പ്. അയ്യോ, അപ്പൊ എന്റെ പ്രശ്നം പറയട്ടാ. മെൽഗാർഡ് അനക്കമുണ്ട്, എഞ്ചിൻ ഓയിൽ കുറവുണ്ട്, ബ്രേക്കും കിട്ടുന്നില്ല. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, 10-12 ഒരു സ്പാനർ പേട്. ഓക്കെ, അപ്പൊ സാറേ ഞാൻ നീ പോയി ഒരു ചായ ഇട്. അല്ല അപ്പൊ ബാക്കി എങ്ങനെ? ബാക്കി പറഞ്ഞു. എടാ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി തീർന്നാ? വീണ്ടും നീ എന്തിനു പറഞ്ഞോണ്ട് പറഞ്ഞത്? അല്ല എന്തെങ്കിലും ഉണ്ടാന്ന് അറിഞ്ഞൂടാ. ഇനി മുതൽ ഇത് ബൈക്ക് വർക്ക്ഷോപ്പ്. ഒന്നുകൂടെ ഉറച്ചു വരാം, എന്നാലേ അവ ഇടുകയുള്ളൂ. ഇനി മുതൽ ഇത് ബൈക്ക് വർക്ക്ഷോപ്പ്. താങ്ക് യു. നല്ലൊരു വർക്ക്ഷോപ്പ്, ആക്ടിംഗ് വർക്ക്ഷോപ്പ്. ഗുണം ചെയ്തു, നന്നായിട്ടുണ്ടായിരുന്നു. തുടക്കമിട്ട നോബി ചേട്ടന് വളരെയധികം നന്ദി വീണ്ടും വീണ്ടും അറിയിക്കുകയാണ്. അല്ല, വേറെ രസമുള്ള ഒരു സംഭവമായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഇടയ്ക്ക് ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് പുതുമുഖങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് കുറച്ച് പിള്ളേർ അഭിനയിക്കാൻ വന്നു ഈ സിനിമയിൽ. അപ്പം പിള്ളേർ അഭിനയിക്കാൻ വന്നപ്പോൾ പുതിയ പിള്ളേരാണ്. ഒരു സീനൊക്കെ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിള്ളേർ തെറ്റിക്കുന്നു. അപ്പം ഇങ്ങനെ എന്താണ് അത് കറക്റ്റായിട്ട് പറഞ്ഞോട് അസോസിയേറ്റിനെ പറഞ്ഞപ്പോൾ അസോസിയേറ്റ് പറഞ്ഞു, സാറേ ഞാൻ അന്നേ പറഞ്ഞില്ലേ നമുക്കൊരു വർക്ക്ഷോപ്പ് ഇട്ടിരുന്നെങ്കിലാ, ഒരാഴ്ച വർക്ക്ഷോപ്പ് ഇട്ടിരുന്നെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തുകൂടായിരുന്നു. അപ്പൊ പ്രൊഡ്യൂസറിന് വർക്ക്ഷോപ്പ് ഉണ്ട് ചേച്ചി. അപ്പൊ പ്രൊഡ്യൂസർ പറഞ്ഞുകൂടായിരുന്നോ? എനിക്ക് 5 വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ, നമുക്ക് അവിടെ ചെയ്താൽ പോരായിരുന്നു. പിള്ളേരെ വിളിച്ചെങ്കിൽ അങ്ങോട്ട് വരില്ലായിരുന്നു. തമാശല്ലേ, പുള്ളിക്ക് പെട്ടെന്ന് ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പിനെ കുറിച്ച് അറിയില്ല. പക്ഷേ ഈ ആക്ടിംഗ് ഒരു ബൈക്ക് വർക്ക്ഷോപ്പുകാരൻ ആക്ടിംഗ് വർക്ക്ഷോപ്പിലൂടെ കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഞങ്ങള് രഞ്ജിത്തിന്റെ രഞ്ജിത്തിനെന്നും പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ മേളിലായിരുന്നു. കൊള്ളായിരുന്നു മൊത്തത്തിലല്ലേ? ഓൾറൈറ്റ്, ഇനി നമുക്ക് ബാറ്ററിക്ക് എന്താണ് പറയാനുള്ളത് കാണണോ വേണ്ടേ? എങ്കിൽ കോമഡി മാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ബാറ്ററി കാണണ്ടായെന്ന് പറയുന്നത്. ടോപ്പേഴ്സ് ആണ് അവര്. മാമൻ രഞ്ജിത്ത് മാമൻ. കരനിറകെ പണമൊഴുകണ കടി പറന്നിറങ്ങുന്ന ചുറ്റി ചുറ്റി പല ചുരി താളത്തിൽ ഞാൻ ഒരു മിനിറ്റ്. അപ്പൊ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ശ്വേത ചേച്ചി 32,000 rupees ക്രെഡിറ്റ് ചെയ്യുന്നു.